എല്ലാവർക്കും നമസ്കാരം. സെക്ഷനിലേക്ക് സ്വാഗതം. ഹൈ ഇമ്പാക്ട് ലീഡർഷിപ്പ്, ശക്തമായ സ്വാധീനം ചെലുത്താൻ ശേഷിയുള്ള നേതാവ് അല്ലെങ്കിൽ നേതൃത്വം എന്ന വിഷയത്തിലെ 7ാമത്തെ അധ്യായമായ എക്സലൻസ് ഈസ് ജസ്റ്റ് എ ബിഗിനിങ്, മികവ് ഒരു തുടക്കം മാത്രമാണ് എന്ന അധ്യായത്തിലേക്ക് സ്വാഗതം. എന്താണ് മികവ് ഒരു തുടക്കം മാത്രമാണ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കൊന്ന് പഠിക്കാൻ ശ്രമിക്കാം. മികവ് അല്ലെങ്കിൽ എക്സലൻസ് എന്ന പദം സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് ചെയ്യാവുന്ന അല്ലെങ്കിൽ നേടാവുന്ന പരമാവധി നേട്ടം അല്ലെങ്കിൽ പരമാവധി വിജയം എന്ന നിലയിലാണ് നമ്മൾ പൊതുവെ സമൂഹത്തിൽ എപ്പോഴും എക്സലൻസ് അല്ലെങ്കിൽ മികവിനെ കാണുന്നത്. എന്നാൽ സ്ഥാപനത്തിൻ്റെയോ വ്യക്തികളുടെയോ സ്ഥായിയായ നിലനിൽപ്പിനും ഉയർച്ചയ്ക്കും ഒരിക്കലും എക്സലൻസ് ഒരു അവസാന വാക്കാവാൻ പാടില്ല. അതൊരു എല്ലാ എക്സലൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മികവ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത് നേടേണ്ട ഏറ്റവും അവസാനത്തേതും ഒരിക്കൽ അത് നേടിക്കഴിഞ്ഞാൽ പിന്നെ അതിന് മുകളിലേക്ക് നമുക്ക് പരിശ്രമിക്കേണ്ട ആവശ്യമില്ല. ആ മികവ് നമ്മളെ എന്നേക്കുമായി നിലനിർത്താൻ സഹായിക്കുമെന്നും അതാണ് നമ്മുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്നുള്ള ഒരു ധാരണയാണ് മികവ് എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ മികവ് എന്നത് ഒരു ലക്ഷ്യമല്ല, അത് ഒരു തുടക്കമാണ്. എന്തിന്റെ തുടക്കമാണ്? മുന്നോട്ടുള്ള ശക്തമായ പോകലിന്റെയും മാറ്റങ്ങൾ ഉൾക്കൊള്ളാനും പ്രതിസന്ധികൾ വരുമ്പോഴും അസാധാരണമായ സാഹചര്യത്തിലും മുന്നോട്ട് പോകാനുള്ള ശേഷി കൈവരിക്കലിന്റെ തുടക്കം മാത്രമാണ് മികവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടൊരു സ്ഥാപനമോ വ്യക്തിയോ മികവിൽ എത്തി എന്ന് കരുതി അവിടെ വെച്ച് നിർത്തിക്കഴിഞ്ഞാൽ അത് അപകടമായി മാറാവുന്ന ഒരു അവസ്ഥയിലേക്ക് പോലും നമ്മൾ എത്തിക്കാൻ സാധ്യതയുണ്ട്. അതായത് മികവ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും പരമകോടിയിൽ എത്തുന്ന ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയിൽ നമ്മൾ നിർവൃതി പൂണ്ട് തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു പ്രതിസന്ധി നമ്മൾക്ക് തരണം ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ അതിന് പാകപ്പെടാതെ പോവുകയും ചെയ്യും. അപ്പം ഒരു മികവ് എന്ന് പറയുന്നത് തുടക്കം മാത്രമായിട്ട് നമ്മൾ കാണണം. അത് ഒന്നിന്റെയും അവസാനമല്ല, അതിലും മുകളിലായിട്ട് ഒന്നുമില്ല എന്നുള്ളൊരു ധാരണ തീർച്ചയായിട്ടും നമ്മൾ ഉണ്ടാക്കിയെടുക്കാനോ അല്ലെങ്കിൽ കരുതാനോ പാടില്ല. അത് വ്യക്തികളാണെങ്കിലും സമൂഹമാണെങ്കിലും രാഷ്ട്രമാണെങ്കിലും ഒരു കൂട്ടായ്മയാണെങ്കിലും മികവിൽ നമുക്ക് തൃപ്തി ഉണ്ടാവാൻ പാടില്ല. മികവ് എപ്പോഴും മുന്നോട്ട് പോകാനും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും പ്രവർത്തിക്കാനും പഠിക്കാനുമുള്ള ഒരു അവസരമായി നമ്മൾ കരുതണം. പ്രത്യേകിച്ച് സ്ട്രാറ്റജിക് ഹൈ ഇമ്പാക്ട് ലീഡർഷിപ്പ് പ്രാവർത്തികമാക്കുന്ന ഒരു നേതാവ് എന്ന നിലയിൽ നമ്മൾ മികവിനെ ഒരു അവസാന വാക്കായി കണ്ടുകൂടാ. അത് ശരിയായ ഒരു നേതൃത്വപരമായിട്ടുള്ള ശക്തമായ സ്വാധീനം ചെലുത്താൻ ശേഷിയുള്ള ഒരു നേതാവിന്റെ ഗുണമല്ല എന്ന് മനസ്സിലാക്കുക. മികവിന്റെ തന്ത്രപരമായ അർത്ഥം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു നിശ്ചിത മാനദണ്ഡം കൈവരിക്കുകയോ അല്ലെങ്കിൽ നിറവേറ്റുകയോ എന്നുള്ളത് മാത്രമല്ല, സുപ്രധാനമായ 3 കാര്യങ്ങളും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, സ്ഥിരമായി ഉയർന്ന നിലവാരം പുലർത്തുക. ഒരു വ്യക്തി എന്ന നിലയിലും സ്ഥാപനം എന്ന നിലയിലും നമ്മൾ ദൗത്യത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ ആ ദൗത്യത്തിലും ഉൽപാദനപരമായിട്ടുള്ള കാര്യമാണെങ്കിൽ നമ്മുടെ ഉൽപ്പന്നത്തിലും സ്ഥിരമായി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ നിലവാരം ഉയർത്തി കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിനൊരു ഉദാഹരണമാണ് നമുക്കറിയാം ഐഫോണുകൾ. ആ ഐഫോണുകൾ എല്ലാ വർഷവും ഒരു പുതിയ ഐഫോൺ പുതിയ ഫീച്ചറുമായിട്ട് വരാറുണ്ട്. എന്താണ് അതിന്റെ അർത്ഥം? അത് അർത്ഥമാക്കുന്നത് എല്ലാ വർഷവും അവര് നിലവാരം ഉയർത്താനുള്ള പരിശ്രമം നടത്തുകയും നിലവാരം ഉയർത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം നിലവാരം ഉയർത്തുക എന്നുള്ളത് സ്ഥിരമായിട്ടുള്ള ഒരു പ്രക്രിയയായിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കണം. മറ്റൊന്ന്, മാറ്റങ്ങളോട് പൊരുത്തപ്പെടാനുള്ള കഴിവ്. നമുക്ക് ഏത് സാഹചര്യത്തോടും പൊരുത്തപ്പെടാനും ഏതൊക്കെ വെല്ലുവിളികൾ നേരിടാൻ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താനുള്ള ശേഷി നമ്മൾ കൈവരിക്കേണ്ടതായിട്ടുണ്ട്. ഇന്റേണൽ ആയിട്ടുള്ള ആഭ്യന്തരമായിട്ടുള്ള മാറ്റങ്ങളും പുറമേയുള്ള മാറ്റങ്ങളും നമ്മൾ കണ്ടറിയുകയും അതിനോട് പൊരുത്തപ്പെടാനുള്ള ഒരു ശേഷി നമ്മൾ കൈവരിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് സ്വയം വെല്ലുവിളികളെ
ഉണ്ടാക്കുന്ന സംസ്കാരം ഉണ്ടാവുക എന്നുള്ളതാണ്. നമുക്കറിയാം ചില ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ചില സ്ഥാപനങ്ങൾ, ഉദാഹരണമായിട്ട് ഈ ലോകത്തെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള സ്ഥാപനങ്ങളായിട്ടുള്ള ഗൂഗിൾ ആണെങ്കിലും മൈക്രോസോഫ്റ്റ് ആണെങ്കിലും അവർ സ്വയം അവരോട് തന്നെയാണ് വെല്ലുവിളി ഉയർത്തി മുന്നോട്ട് പോകുന്നത്. കാരണം അവരെ വെല്ലുവിളിക്കാൻ ഒരു പക്ഷെ കൂടുതൽ ആൾക്കാർ ഇല്ലാതിരിക്കും. അപ്പൊ അവർ സ്വയം ഒരു വെല്ലുവിളിക്കുന്ന ഒരു സംസ്കാരം ഉണ്ടാക്കുകയും അവർ സ്വയം വെല്ലുവിളിക്കുകയും അതിലൂടെ അവരുടെ നിലനിൽപ്പ് ഭദ്രമാക്കുകയുമാണ് ചെയ്യുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരു വ്യക്തി എന്ന നിലയിലും ഒരു സ്ഥാപനം എന്ന നിലയിലും നമ്മൾ ഏത് നിമിഷത്തിലാണോ നമ്മളാണ് മികച്ചത് എന്ന് തീരുമാനിക്കുന്നതും നമ്മളാണ് മികച്ചത് എന്ന ധാരണയിൽ എത്തുന്നത്, അന്ന് മുതൽ നിങ്ങൾ സന്തുഷ്ടരാകുകയും, സന്തുഷ്ടി നമ്മൾ കഴിഞ്ഞ ഒരു സെഷനിൽ പറഞ്ഞ മാതിരി സംതൃപ്തി, സന്തുഷ്ടി എന്ന് പറയുന്നത് തന്ത്രപരമായിട്ടുള്ള ഒരു ട്രാപ്പാണ്, ഒരു കെണിയാണ് എന്ന് നമ്മൾ ഒരു സെഷൻ തന്നെ അതിനു വേണ്ടി ചെലവാക്കിയിട്ടുണ്ട്. ഒരു സെഷൻ നമ്മൾ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആയി എന്നുള്ള ധാരണ വരുമ്പോൾ നമ്മൾ സന്തുഷ്ടരാകുകയും ആ സന്തുഷ്ടി നമ്മളെ ഒരു കെണിയിൽ, സക്സസിന്റെ കെണിയിൽ പെടുകയും വിജയത്തിന്റെ കെണിയിൽപ്പെടുത്തുകയും പിന്നെ മുന്നോട്ട് നമുക്ക് പുതിയത് പഠിക്കാനോ വെല്ലുവിളികൾ നേരിടാനോ ബാഹ്യമായ സാഹചര്യങ്ങൾ തിരിച്ചറിയാനോ കസ്റ്റമേഴ്സിന്റെ, ഉപഭോക്താക്കളുടെ മാറ്റങ്ങൾ, ഒരു അഭിരുചിയിലുള്ള മാറ്റങ്ങൾ തിരിച്ചറിയാനോ ഒന്നുമില്ലാത്തൊരു ശേഷിയായി പോവുകയും ഇന്ന് നമുക്ക് വിജയം സമ്മാനിച്ചത് നാളെയും നമ്മളെ വിജയിപ്പിക്കുമെന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു ഇതിലേക്ക് നമ്മളെ സന്ദർഭത്തിലേക്ക് നമ്മളെ നയിക്കാൻ സാധ്യതയുണ്ട്. എക്സലൻസ് അല്ലെങ്കിൽ മികച്ചത് ഒരു അന്തിമ ലക്ഷ്യമായി കാണുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, പുതുമയുടെ ഇടിവ് എന്നുള്ളത്. പുതുമ പുൽകാനുള്ള ഒരു കഴിവില്ലാതാവുകയും നമ്മൾ ചെയ്തത് ആണ് ഏറ്റവും നല്ലത് എന്നുള്ള ധാരണ ഉണ്ടാവുകയും അത് നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനോ പുതിയ തന്ത്രങ്ങൾ മെനയാനോ ഉള്ള ശേഷി നമ്മളിൽ നിന്ന് കുറവ് വരുത്തുകയും ചെയ്യും. പിന്നെ മത്സരക്ഷമത ഇല്ലാതാക്കും. നമ്മൾ പൂർണ്ണമായിട്ട് മികവ് ഉള്ളതാണെന്ന് പറയുമ്പോൾ നമ്മൾക്ക് മറ്റുള്ളവരുമായി മത്സരിക്കാനുള്ള ഒരു ശേഷി ഇല്ലാതാവും. അപ്പം മാർക്കറ്റിംഗ് തന്ത്രങ്ങളും മറ്റുമൊക്കെ നമ്മൾ പിന്നോട്ട് പോകും. ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് പുതിയ സാഹചര്യത്തിൽ ഒരു മിടുക്കനായിട്ടുള്ള ഒരാളായിട്ട് നമ്മൾ മാറാൻ സാധ്യതയില്ല. അപ്പൊ നമ്മൾ ഇപ്പം മികച്ചതാണെന്ന് വിചാരിച്ച് നമുക്കുള്ളതെല്ലാം വളരെ മികച്ചതാണെന്നുള്ള ധാരണയിൽ മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ ജീവിക്കാൻ ഇത് മതി എന്നുള്ള ധാരണയിൽ നിൽക്കുകയാണെങ്കിൽ അത് നമ്മളെ മുന്നോട്ട് നയിക്കുകയല്ല ചെയ്യാം, മുന്നോട്ട് നമ്മളെ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കുകയും ചെയ്യും. അപ്പം രണ്ടാമത്തേത് അതാണ്, മത്സരക്ഷമത നമുക്ക് കൈമോശം വന്ന് പോകും. പിന്നെ ലീഡർഷിപ്പ് സ്റ്റാഗ്നേഷൻ, നേതൃത്വം എന്ന് പറയുന്നത് അത് നിന്നു പോകും. അതായത് നേതാക്കൾ പഠനം നിർത്തുമ്പോൾ അനുയായികളും പഠനം നിർത്തുകയും പ്രവർത്തനം കുറയുകയും ചെയ്യും. അപ്പൊ നേതാക്കൾ പുതിയ കാര്യങ്ങൾ പഠിക്കുകയും പുതിയതിനെ പുൽകുകയും പുതിയത് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ അണികളും അത് ഫോളോ ചെയ്ത് പിന്തുടർന്ന് മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പം മികവ് അവസാനിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടം എന്ന് പറയുന്നത് നമ്മൾ ഭാവിയിൽ നമ്മൾ അപ്രസക്തമായി പോകും എന്നുള്ളതാണ്. നമ്മൾ മികവാണ് ഏറ്റവും അവസാനം നമ്മൾ കൈവരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ ഇതുവരെയുള്ള സ്ലൈഡിലൂടെ കണ്ടു. ഇനി മികവ് ഒരു തുടക്കം മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് സാധിക്കും? തുടർച്ചയായ മെച്ചപ്പെടുത്തൽ, കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും. അപ്പൊ നമുക്ക് മികവ് എന്നുള്ളത് ഒരു തുടക്കം മാത്രമാണ്, ഇനിയും നമുക്ക് ഒരുപാട് പഠിക്കാനും മുന്നോട്ട് പോകാനും ഉണ്ട് എന്നുള്ള ചിന്ത ഉണ്ടാകുമ്പോൾ തുടർച്ചയായ മെച്ചപ്പെടുത്തലുകൾ ഉണ്ടാവും. ഓരോ വിജയത്തിനും പിന്നിൽ നമ്മളോട് ചോദിക്കേണ്ടത് ഇതിനേക്കാൾ നന്നായി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നാളെ ചെയ്യാൻ സാധിക്കും, ഇതിനേക്കാൾ നമുക്ക് എന്തൊക്കെ ഈ ഉൽപ്പന്നത്തിൽ മെച്ചപ്പെടുത്താൻ സാധിക്കും, ഇന്നത്തെ പ്രവർത്തന രീതി, ഇപ്പോഴുള്ള പ്രവർത്തന ശൈലിയേക്കാൾ മികച്ചതാക്കി നാളെ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുമോ? അപ്പൊ ഒരു മികച്ചത് ഒരു തുടക്കം മാത്രമാണ് എന്നുള്ള മനോഭാവത്തിൽ നിൽക്കുന്ന ആള് എപ്പോഴും കാര്യങ്ങൾ മാറ്റാനും പഠിക്കാനും ശേഷികൾ കൈവരിക്കാനുള്ള തുടർച്ചയായിട്ടുള്ള ഒരു പരിശ്രമത്തിലൂടെ ആയിരിക്കും കടന്നു പോവുക. പിന്നെ
പരാജയം പോലും ഒരു പഠനശാലയായി മാറ്റും. പരാജയത്തിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് പരാജയപ്പെടാനുള്ള കാരണങ്ങൾ മനസ്സിലാക്കി ആ കാരണങ്ങൾ വീണ്ടും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശേഷികളും മുൻകരുതലുകളൊക്കെ എടുത്ത് അത് പരാജയങ്ങൾ പഠനങ്ങൾക്കുള്ള അവസരമാക്കി മാറ്റി മുന്നോട്ട് പോകുന്ന സമീപനം എടുക്കുന്നതായിരിക്കും. പിന്നെ ഇന്നത്തെ മികവ് നാളെയുടെ അടിത്തറ മാത്രമാണെന്ന് തിരിച്ചറിയുക. അപ്പം ദീർഘമായിട്ടുള്ള ഒരു വിഷൻ, ലോങ് ടൈം വിഷൻ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പം മികവ് എന്നുള്ളത് അവസാന വാക്കല്ല, അത് പുതിയതിന്റെ ഒരു തുടക്കം മാത്രമാണ് എന്നുള്ള മനോഭാവം കൊണ്ട് ഉണ്ടാകുന്നത് ഈ കാര്യങ്ങളാണ്. ഒരു വ്യക്തി എന്ന നിലയിലും സ്ഥാപനം എന്ന നിലയിലും ശാശ്വതമായ ദീർഘകാലം നിലനിൽക്കുന്ന ഒരു വിജയം കൈവരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ മികവ് എന്നുള്ളത്, എക്സലന്റ് എന്നുള്ളത് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്, അതൊരു എൻഡ് പോയിന്റ് അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. മികവ് ഒരു തുടക്കം മാത്രമാണ് എന്നുള്ള ഫിലോസഫിയിൽ നമ്മൾ എത്തിച്ചേരണം. ഒരു ഹൈ ഇമ്പാക്ട് ലീഡർ എന്ന നിലയിൽ നമ്മുടെ ഫിലോസഫി എന്ന് പറയുന്നത്, നമ്മുടെ ദർശനം എന്ന് പറയുന്നത്, മികവ് എന്ന് പറയുന്നത്, എക്സലൻസ് എന്ന് പറയുന്നത് തുടക്കം മാത്രമാണ്, അത് അവസാനം അല്ല എന്നുള്ളത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അതായിരിക്കണം നമ്മൾ നയിക്കുന്ന ഫിലോസഫി. അപ്പം മികവ് നേടുന്നത് ബഹുമതിയല്ല, അതൊരു ഉത്തരവാദിത്തമാണ്. അപ്പം നിശ്ചിത കാലത്തേക്കുള്ളതല്ല, എപ്പോഴും മുന്നോട്ട് നയിക്കേണ്ട ഒരു ഘടകമാണ് മികവ് എന്ന് പറയുന്നത്. അപ്പൊ മികവ് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടതല്ല, അതൊരു കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായി പോകേണ്ട ഒരു കാര്യമാണ്. അത് പുതിയ ലക്ഷ്യത്തിലേക്ക് നമ്മളെ നയിക്കേണ്ടത് ഒന്നാണ് എന്നുള്ളതൊരു ധാരണ നമ്മൾ ഉണ്ടാവണം. നാം എത്ര മുന്നോട്ട് പോയി എന്നുള്ളതല്ല പ്രധാനം, ഇനി എത്ര ദൂരം പോകാനുണ്ട് എന്നുള്ളതാണ് മാനദണ്ഡമാക്കേണ്ടത്. അപ്പം ഞാൻ മികച്ചതായി എന്ന് വിചാരിച്ച് നമ്മൾ നിർത്താൻ പാടില്ല. നമ്മൾ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് എന്നുള്ള ബോധം നമുക്ക് ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് പ്രത്യേകിച്ചൊരു വ്യക്തി എന്ന നിലയിൽ ഏറ്റവും മികച്ചത് അല്ലെങ്കിൽ ഏറ്റവും മിടുക്കനാവുക, നല്ലതാവുക എന്നുള്ളത് ഒരു തുടക്കം മാത്രമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അപ്പം ഒരു വ്യക്തി എന്ന നിലയിലും നമ്മൾ എപ്പോഴും ബോധത്തോടു കൂടി ഈ കാര്യം ഓർക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം മികച്ചതാവുക അല്ലെങ്കിൽ നല്ലതാവുക എന്നുള്ളത് അവസാന വാക്കല്ല, അത് മറ്റൊന്നിന്റെ തുടക്കം മാത്രമാണ്. അപ്പം ഒരു മികച്ച ആളാവുക എന്ന് പറയുന്നത്, ഒരു വ്യക്തി എന്ന നിലയിൽ മികച്ച ആളാവുക എന്ന് പറയുന്നത് നന്നായിട്ട് ആവശ്യമായ യോഗ്യത ഉണ്ടാവുക, ആവശ്യമായ എക്സ്പീരിയൻസ്, അനുഭവങ്ങൾ ഉണ്ടാവുക, ആവശ്യമായ കഴിവുകൾ ആർജിക്കുക എന്നിവയാണ് ബീയിങ് ഗുഡ് എന്നുള്ളത് കൊണ്ട് പൊതുവായിട്ട് നമ്മൾ അർത്ഥവത്തമാക്കുന്നത്. അപ്പം ബീയിങ് ഗുഡ് എന്ന് പറയുന്നത് അത് എക്സലൻസ് ആണോ? അല്ല. എക്സലൻസ് എന്ന് പറയുന്നത് മറ്റൊരു കാര്യമാണ്. അപ്പം അടിസ്ഥാന നിലവാരം മാത്രമാണ്, അടിസ്ഥാനപരമായിട്ടുള്ള നിലവാരം മാത്രമാണ് നിങ്ങൾക്ക് യോഗ്യത ഉണ്ടാവുക എന്നുള്ളതും, അല്ലെങ്കിൽ അനുഭവം ഉണ്ടാവുക എന്ന് പറയുന്നതും, അല്ലെങ്കിൽ കഴിവുണ്ടാവുക എന്ന് പറയുന്നതും ഒക്കെ ഒരു അടിസ്ഥാന രേഖ മാത്രമാണ്, നിലവാരം മാത്രമാണ്. ഉന്നത പ്രകടനത്തിന്, സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഹൈ ഇമ്പാക്റ്റിന് ഇത് മാത്രം പോരാ. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു സാധാരണ നിലവാരമുള്ള ഒരു ആള് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനുള്ള മുൻകാല പരിചയങ്ങളിൽ നിന്ന്, മുൻകാലങ്ങളിൽ പരിഹരിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ സ്ഥിരമായി ഉള്ള സാഹചര്യങ്ങൾ വിലയിരുത്തി അതിലൂടെ പ്രവർത്തനം ആവിഷ്കരിച്ച, പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു പരിചയത്തെയാണ് നമ്മൾ ശരിയായി പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ടുള്ള നിലവാരം എന്ന് പറയുന്നത്, ബേസ് ലൈൻ എന്ന് പറയുന്നത്. അപ്പം ഒരു ഹൈ ഇമ്പാക്ട് ലീഡർ എന്ന് പറയുന്ന ആൾക്ക്, ഒരു ഹൈ ഇമ്പാക്ട് നേതാവിന് ഒരു സാധാരണ നിലവാരം മതിയോ? സാധാരണ നിലവാരം ഒരു പ്രശ്നങ്ങളില്ലാതെ, വെല്ലുവിളികളില്ലാത്ത ഒരു സാഹചര്യത്തിൽ സ്ഥാപനത്തെയോ അല്ലെങ്കിൽ ദൗത്യത്തെയോ മുന്നോട്ട് കൊണ്ടുപോകാൻ അത് മതി. അതുമാണ് ബേസ് ലൈൻ കൊണ്ടുള്ള ആ കഴിവ് മാത്രമുള്ള ഒരു ആൾക്ക് ചെയ്യാവുന്നത്. പ്രശ്നങ്ങളൊന്നുമില്ലാത്ത, ബുദ്ധിമുട്ടുകളില്ലാത്ത,
വെല്ലുവിളികളില്ലാത്ത ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത സമയങ്ങളിൽ സ്ഥാപനത്തെയോ വ്യക്തിയെയോ ദൗത്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ബേസ് ലൈൻ മതിയാവും. എന്നാൽ അപ്രതീക്ഷിതമായിട്ടുള്ള പ്രതിസന്ധികൾ വരുമ്പോഴോ വളരെ വളരെ പ്രശ്നമായിട്ടുള്ള സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴോ ഈ ബേസ് ലൈൻ സ്കിൽസ് മതിയാവില്ല. അപ്പം ആ സമയത്ത് നമ്മൾ ബേസ് ലൈൻ പോരാ, നമുക്കൊരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു സ്കില്ല് കൂടി നമുക്ക് ആർജിക്കേണ്ടതുണ്ട്. എക്സ്ട്രീം കണ്ടീഷൻ, തീവ്രമായ സാഹചര്യങ്ങൾ അടിസ്ഥാന നിലവാരത്തിന് മുകളിലേക്ക് പ്രവർത്തിക്കേണ്ട അവസരങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ സ്ഥിരമായിട്ടുള്ള അല്ലെങ്കിൽ അടിസ്ഥാന നിലവാരത്തിൽ മാത്രം പ്രവർത്തിച്ച് പരിചയമുള്ള, ആ സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ മാത്രം ശേഷിയുള്ള, ആ സാഹചര്യങ്ങളിൽ ഇണങ്ങിച്ചേർന്ന് അതിലുള്ള പ്രശ്നങ്ങൾ കണ്ടും പഠിച്ചും പരിഹരിച്ച് മുന്നോട്ട് പോയ ആൾക്ക് തീവ്രമായ സാഹചര്യങ്ങൾ ഉണ്ടാവുമ്പോൾ ഈ ബേസ് ലൈൻ അടിസ്ഥാന നിലവാരം കൊണ്ടുള്ള ശേഷികൾ കൊണ്ട് തീവ്രമായ സാഹചര്യങ്ങൾ പരിഹരിക്കാൻ സാധ്യമല്ല. അപ്പൊ അതിന്റെ ശേഷികൾ ആർജിക്കേണ്ടതുണ്ട്. അപ്പം ഈ സമയത്ത് നമ്മൾ നേരത്തെ പോലെ യോഗ്യതകളോ അനുഭവങ്ങളോ കഴിവുകൾ മാത്രം പോരാ, നമുക്കെന്താണ് അതിനൊക്കെ മറികടന്ന് പ്രവർത്തിക്കാനുള്ള ആ ശേഷി കൂടി നമുക്ക് ഉണ്ടാവേണ്ടത്. ഒരു ഉദാഹരണം പറയാണ്. ഇപ്പം ഒരു സീനിയർ ഡോക്ടർ 25 വർഷത്തോളം സേവനം അനുഷ്ഠിച്ചു. ഉദാഹരണമായിട്ട് ഞാൻ എൻ്റെ നാടായ കോഴിക്കോട് നിപ്പ വന്നപ്പോൾ പലതരത്തിലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഈ ലോകത്തുള്ള മുഴുവനും കണ്ടിട്ടുള്ള എല്ലാ തരം രോഗങ്ങളും കൈകാര്യം ചെയ്ത് വൈറസുകളെ കൈകാര്യം ചെയ്ത് പരിചയമുള്ള ഡോക്ടർമാരാണെങ്കിൽ പോലും ഒരു സുപ്രഭാതത്തിൽ എല്ലാവരെയും നെട്ടിച്ചുകൊണ്ട് അന്ന് വരെ പരിചയിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു വൈറസിനെ നേരിടേണ്ട സാഹചര്യം ഉണ്ടായി. അപ്പൊ അവർക്ക് 25 വർഷത്തെ പരിചയമുണ്ടെങ്കിൽ പോലും ആ 25 വർഷത്തിൽ ഒരിക്കൽ പോലും ഒരു പക്ഷേ ഈ രീതിയിലുള്ള വൈറസിനെ നേരിടേണ്ടതും അതിനു മുൻപ് അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാത്തൊരു അവസ്ഥ ഉണ്ടാവുകയും എന്തൊക്കെ കാര്യങ്ങളാണ് അത് വന്നാൽ ചെയ്യേണ്ടത് എന്നുള്ളതൊരു മുൻധാരണ ഇല്ലാതാവുകയും ഒരു ഉദാഹരണം പോലും ഇല്ലാതാവുകയും ഒരു പ്രോട്ടോകോൾ പോലും ഇല്ലാതാവുകയും ഒരു സുപ്രഭാതത്തിൽ വളരെ തീവ്രമായിട്ട് അങ്ങനെ ഒരു സാഹചര്യത്തെ നേരിടേണ്ട അവസരം ഉണ്ടാവുകയും അവരുടെ അത്രയും കാലത്തെ അനുഭവ സമ്പത്തോ അവരുടെ യോഗ്യതകളോ ഒന്നും അതിനെ സഹായിക്കാത്ത ഒരു അവസരം ഉണ്ടാകുമ്പോൾ പകച്ചു നിൽക്കാതെ അതിനെ നേരിട്ട് അതിനെ നിയന്ത്രിച്ച് നമ്മളെ സംസ്ഥാനത്തിനെ രക്ഷിച്ചതും ആ നിപ്പ വൈറസിനെ കൺട്രോൾ ചെയ്യാൻ സഹായിച്ചതും ആ ഡോക്ടർമാർ ആ മെഡിക്കൽ കോളേജിലെ സ്ട്രാറ്റജിക് ഹൈ ഇമ്പാക്ട് ലീഡേഴ്സ് സ്കില്ലുള്ള ഡോക്ടർമാരായതുകൊണ്ടാണ്. അവർക്ക് മുൻപ് അതിന്റെ ഉദാഹരണങ്ങളില്ല, പരിചയമില്ല. എന്നിരുന്നാലും അതിനെ വളരെ ശക്തമായി മറികടക്കാനുള്ള ശേഷി അവർ പെട്ടെന്ന് നേടുകയും പഴയ ചികിത്സാ രീതികൾ ഫലപ്രദമല്ല എന്നും പുതിയത് പഠിക്കണമെന്നും സിസ്റ്റത്തെ മുഴുവൻ ഉണർത്തി പ്രവർത്തിക്കണമെന്നുള്ള തീരുമാനമെടുക്കുകയും അതിനനുസൃതമായി മൊത്തം മാറുകയും അതിൽ ആ ദൗത്യത്തിൽ വിജയിക്കുകയും ചെയ്തു. അപ്പൊ അതാണ് എക്സ്ട്രീം കണ്ടീഷൻ. അതായത് തീവ്രമായ സാഹചര്യങ്ങളെ നേരിടാൻ നമുക്ക് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള നിലവാരം കൊണ്ട് സാധിക്കില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബേസ് ലൈൻ എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരു വ്യക്തി അല്ലെങ്കിൽ സ്ഥാപനം സാധാരണ കൈവരിക്കുന്ന നിലവാരം, അതിനെയാണ് നമ്മൾ അടിസ്ഥാന പ്രകടനം എന്ന് പറയുന്നത്. ഇപ്പം ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ സമയത്ത് ടാസ്കുകൾ പൂർത്തിയാക്കുക, അല്ലെങ്കിൽ പിഴവുകൾ വരുത്തുക, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററുകൾ പാലിക്കുക, നിയമാനുസൃതമായ തീരുമാനങ്ങൾ എടുക്കുക, ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടാവുക, ചെലവ് നിയന്ത്രിക്കുക. ഇതൊക്കെ വളരെ സാധാരണയായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഏതൊരു വ്യക്തിയും ചെയ്ത് പരിചയമുള്ള ഒരു നേതാവും ചെയ്ത് പരിചയമുള്ള കാര്യങ്ങളാണ്. അതിനെയാണ് ബേസ് ലൈൻ എന്ന് പറയുന്നത്. ഈ ഒരു സ്കില്ല് വെച്ചിട്ട്, ഈ ഒരു ശേഷി വെച്ചിട്ട് വളരെ സങ്കീർണമായിട്ടുള്ള, വളരെ തീവ്രമായിട്ടുള്ള, അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ നമുക്ക് സാധിക്കുമോ, നേരിടാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഈ ബേസ് ലൈൻ വെച്ചിട്ട് നമുക്ക് വളരെ തീവ്രമായ, വളരെ സങ്കീർണമായ, അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ നമുക്ക് സാധിക്കില്ല, നേരിടാൻ നമുക്ക് സാധിക്കില്ല.
അപ്പൊ സങ്കീർണമായ പ്രതിസന്ധികൾ വരുമ്പോൾ, ഇപ്പൊ ഞാൻ നേരത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജില് നമ്മളെ അതിവിദഗ്ധന്മാരായുള്ള ഡോക്ടർമാര് നേരിട്ട പോലത്തെ സാഹചര്യങ്ങളെ നേരിട്ടുണ്ടെങ്കിൽ എന്ത് വേണം നമുക്ക്? സ്ട്രാറ്റജിക് ഓവർ പെർഫോമൻസ് ഡ്യൂറിങ് ദ എക്സ്ട്രീം കണ്ടീഷൻ എന്ന് പറയുന്ന, അതായത് തന്ത്രപരമായ അതിപ്രകടനം, അത്യന്തം പ്രതിസന്ധിയുള്ള സാഹചര്യങ്ങൾ ശക്തമായി പ്രകടനം കാഴ്ചവെക്കാൻ കഴിയണം. അപ്പം അത്യന്തം പ്രതിസന്ധിയുള്ള സാഹചര്യങ്ങൾ, എക്സ്ട്രീം കണ്ടീഷൻസ് എന്താണ്? ഒന്ന്, ഉയർന്ന സമ്മർദ്ദം, സമയപരിമിതികൾ, അനിശ്ചിതത്വം, ഉയർന്ന പരാജയ സാധ്യത, പിഴവ് അനുവദനീയമല്ലാത്ത സാഹചര്യം. ഞാൻ നേരത്തെ പറഞ്ഞ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഈ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വളരെ ഉയർന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നിപ്പ അതിവ്യാപകമായി വ്യാപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം സമയം വളരെ പരിമിതമായിരുന്നു. വ്യാപനം തടയേണ്ടത് വളരെ അത്യാവശ്യമായിരുന്നു. എല്ലാവർക്കും ആശങ്കയിലും അനിശ്ചിതത്വത്തിലുമായിരുന്നു. എന്ത് ചെയ്യും, എന്ത് സംഭവിക്കുമെന്നുള്ള അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. ഉയർന്ന അവർ ചെയ്യുന്ന എല്ലാ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾസും പരാജയപ്പെടാൻ വളരെ സാധ്യത ഉള്ള ഒരു സാഹചര്യമായിരുന്നു അത്. കാരണം അവർക്ക് അതിനു മുമ്പുള്ള പ്രസിഡൻസ് ഇല്ല. അതിനു മുമ്പ് അങ്ങനെ ഒരു ഉദാഹരണം ഇല്ലാത്തത് കൊണ്ട് തന്നെ. പിന്നെ പിഴവ്, ഏതെങ്കിലും രീതിയിൽ പിഴവ് വന്നാൽ കൂടുതൽ ദാരുണമായ കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ ഈ സാഹചര്യങ്ങൾ, ഈ രീതിയിലുള്ള എക്സ്ട്രീം കണ്ടീഷൻസ് ഉള്ള സാഹചര്യങ്ങളെ നേരിടാൻ നമ്മൾ എക്സലൻസ് കൊണ്ട് തൃപ്തിപ്പെട്ടത് കൊണ്ട് കാര്യമില്ല. നമുക്കൊന്ന് ബേസ് ലൈനും സ്ട്രാറ്റജിക് ഓവർ പെർഫോമൻസും തമ്മിലുള്ള ഒരു താരതമ്യം നോക്കിക്കഴിഞ്ഞാൽ, സാധാരണ സാഹചര്യം, ഇപ്പൊ ബേസ് ലൈനിൽ ഉള്ള ഒരാളെ സംബന്ധിച്ചോളം അദ്ദേഹം കൈകാര്യം ചെയ്യേണ്ടത് വളരെ സാധാരണമായിട്ടുള്ള സാഹചര്യമാവും. അതേസമയത്ത് തന്ത്രപരമായിട്ടുള്ള അത്യന്തം പ്രതിസന്ധിയുള്ള ഘട്ടം കൈകാര്യം ചെയ്യേണ്ടത് അവരുടെ സാഹചര്യം എങ്ങനെ ആയിരിക്കും? അത്യാഹിതം നിറഞ്ഞതും വളരെയധികം പ്രതിസന്ധി നിറഞ്ഞതുമായിരിക്കും. അവരുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് സ്ഥിരതാണ്. അവർ പ്രതീക്ഷിക്കുന്നത് സ്ഥിരതാണ്, വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാത്തതാണ്. അതേസമയത്ത് സ്ട്രാറ്റജിക് പെർഫോമൻസ് അത്യന്തം പ്രതിസന്ധിയുള്ള ആൾക്ക് നിർണായക ഫലങ്ങളാണ്. ഔട്ട്കംസ് വളരെ നിർണായകമാണ്. അത് വളരെ വളരെ അത്യന്താപേക്ഷിതവുമാണ്. പിന്നെ അവരെടുക്കുന്ന തീരുമാനങ്ങൾ, ബേസ് ലൈൻകാരെടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴാണ്, ഏത് രീതിയിലായിരിക്കും? അവർ നിയമങ്ങൾക്കാണ് മുൻതൂക്കം കൊടുക്കുക. നിയമാനുസൃതമായിട്ടായിരിക്കണം എല്ലാം ചെയ്യുക എന്നുള്ളത്. അതേസമയത്ത് അത്യന്തം പ്രതിസന്ധിയുള്ള സാഹചര്യങ്ങളിൽ നമുക്കത് പറ്റുമല്ല. സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കേണ്ടി വരും. നിയമത്തിന് വിധേയമാണോ അല്ലേ എന്നൊന്നല്ല നോക്കുന്നത്, സാഹചര്യം അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഒരു ബേസ് ലൈൻ സാഹചര്യത്തിൽ എങ്ങനെ ആയിരിക്കും? വളരെ ശാന്തമായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. അതേസമയത്ത് അത്യന്തം പ്രതിസന്ധിയുള്ള സമയത്താണെങ്കിലോ ദൃഢവും നിയന്ത്രണ വിധേയമായുള്ളതായിരിക്കണം. നമ്മൾ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നെങ്കിലും വളരെ മനഃശക്തിയോടുകൂടി എന്നാൽ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റില്ലാതെ ചെയ്യുകയും വേണം. അപ്പം ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഒന്ന് ബേസ് ലൈനിലും സ്ട്രാറ്റജിക് ഓവർ പെർഫോമൻസിന്റെയും വ്യത്യാസമാണ് സാഹചര്യങ്ങളാണ് നമ്മൾ ഇപ്പൊ ഒന്ന് നോക്കി. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, തയ്യാറെടുപ്പ് എന്ന് പറയുന്നത് അസാധാരണമായ ആഴത്തിലുള്ളതും ലക്ഷ്യബോധമുള്ളതും ആയിരിക്കണം. അപ്പൊ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ബേസ് ലൈനിന് ഉപ്പുറമുള്ള തീവ്രമായിട്ടുള്ള ഒരു ഉയർന്ന നിലവാരം ഉയർത്തണമെങ്കിൽ നമ്മൾ എന്ത് വേണം? നമ്മുടെ തയ്യാറെടുപ്പുകളും അസാധാരണമാവുകയും ആഴത്തോടുള്ളതുമായിരിക്കണം. അപ്പൊ സാധാരണ മാനേജ്മെന്റ് സമീപനങ്ങളിൽ തയ്യാറെടുപ്പ് എന്നത് സാധാരണ സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ മതിയായ പരിശീലനങ്ങളാണ്. എന്നാൽ യഥാർത്ഥ ലക്ഷ്യബോധം പരീക്ഷിക്കപ്പെടുന്നത് അനിശ്ചിതത്വത്തിലും പ്രതിസന്ധിയിലും അത്യന്തം സങ്കീർണമായ സാഹചര്യങ്ങളിലുമാണ്. അപ്പൊ നമ്മളെ യഥാർത്ഥ നേതൃത്വം പരീക്ഷിക്കപ്പെടുന്നത് ബേസ് ലൈനുള്ള അല്ലെങ്കിൽ സാധാരണ സാഹചര്യത്തിലുള്ള സമയങ്ങളിലല്ല നമ്മളെ നേതൃത്വ ശേഷി പരീക്ഷിക്കപ്പെടുന്നത്. നമ്മളെ നേതൃത്വ ശേഷി യഥാർത്ഥത്തിൽ പരീക്ഷിക്കപ്പെടുന്നത് പ്രതിസന്ധി ഘട്ടത്തിലും സങ്കീർണമായ ഘട്ടത്തിലും അനിശ്ചിതത്വത്തിലുമാണ്. അപ്പോൾ ആ സമയങ്ങൾ കൈകാര്യം ചെയ്യാനാണ് യഥാർത്ഥത്തിൽ ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു ലീഡർ ഏറ്റവും പ്രാപ്തനാവേണ്ടത്. അതുകൊണ്ട് തന്നെ തയ്യാറെടുപ്പ് പരിമിതമായ ഒരു പരിശീലനം മാത്രമല്ല, അത് മുൻകൂട്ടി നിശ്ചയിച്ച് ചിന്തിച്ച്
ഉത്തരവാദിത്വത്തോടു കൂടി രൂപകൽപ്പന ചെയ്ത ഒരു തന്ത്രവും സംവിധാനവുമായിരിക്കണം. അപ്പം നമ്മള് തയ്യാറെടുപ്പ് എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്തു തീർക്കാവുന്ന ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇതിന് കഴിഞ്ഞ ചാപ്റ്ററിൽ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വളരെ സുഖമായിട്ട് ചെയ്യാവുന്ന ഒരു തയ്യാറെടുപ്പ് ആക്കി മാറ്റരുത്. യഥാർത്ഥ സാഹചര്യവുമായിട്ട് ഇണങ്ങിച്ചേരുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചിട്ട് അതിലൂടെ നമ്മൾ പരിശീലനം നേടിയെടുക്കേണ്ടതുണ്ട്. ഹൈ ഇമ്പാക്ട് ലീഡർഷിപ്പ്, ശക്തമായ സ്വാധീനം ചെലുത്താൻ ശേഷിയുള്ള നേതൃത്വ ഗുണങ്ങൾ എന്ന വിഷയത്തിലെ 7ാമത്തെ അധ്യായമായ എക്സലൻസ് ഇസ് ജസ്റ്റ് ദ ബിഗിനിങ് എന്ന അധ്യായത്തിന്റെ സമ്മറി ഒന്ന് നോക്കാം. തയ്യാറെടുപ്പിൽ കുറവ് വരുത്തരുത്. പൂർണ്ണമായ തയ്യാറെടുപ്പോട് കൂടി മാത്രമേ നമ്മൾ പ്രവർത്തനം ആരംഭിക്കാവൂ. ജോലിക്ക് മാത്രമായി പരിശീലനം കൊടുത്താൽ പോരാ. പിഴവുകൾ, സമ്മർദ്ദം, അപ്രതീക്ഷിത സാഹചര്യങ്ങൾ നേരിടാനും പരിശീലനം നൽകണം. സംഘത്തെ എപ്പോഴും സജ്ജമാക്കണം. കഴിവുകൾ, ഉപകരണങ്ങൾ, പദ്ധതികൾ, ശരിയായ മനോഭാവം എന്നിവ ഉറപ്പാക്കണം. ഒരു വ്യക്തിയുടെ തയ്യാറെടുപ്പിലെ കുറവ് മുഴുവൻ ടീമിനെയും ബാധിക്കും. കൂടുതൽ നേട്ടം നൽകുന്നത് അപൂർവമായ ഒരു ആയി കാണരുത്. അതൊരു സാധാരണ പ്രതീക്ഷയായി മാറണം. മികവോ നല്ല പ്രകടനമോ അവസാന വാക്കല്ല, അത് യഥാർത്ഥത്തിൽ നമ്മുടെ യാത്രയുടെ തുടക്കമാണ് എന്നുള്ള മനോഭാവമായിരിക്കണം ഉണ്ടാവേണ്ടത്. എല്ലാവർക്കും നന്ദി. ഇനി അടുത്ത സെഷനിൽ കാണാം.